നമസ്കാരം, വീണ എൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. ഒരു പുരുഷായുസ് മുഴുവൻ ജനങ്ങളോടൊപ്പം നിലകൊണ്ട ജനകീയതയുടെ കൊടുമുടി ഉമ്മൻചാണ്ടിയുടെ ദീപ്ത സ്മരണകൾക്ക് 1 വയസ്സ്. സ്നേഹത്തിന്റെ, ലാളിത്യത്തിന്റെ, അതിലേറെ നന്മയുടെ കെടാവിളക്കിന് രാഷ്ട്രീയ കേരളത്തിന്റെ പ്രണാമപ്പൂക്കൾ. ലോകമെങ്ങും സ്മരണകളിൽ ഇരമ്പും കുഞ്ഞുഞ്ഞ്. ഓരോ ദിനവും കൂടുതൽ ചർച്ചയാകുന്നു ഉമ്മൻചാണ്ടി. അവണൂരിൽ സ്നേഹസ്പർശം ജീവകാരുണ്യ പ്രവർത്തനവുമായി കോൺഗ്രസ് പ്രവർത്തകർ. ബി.ജെ.പിയുടെ താമര ചിഹ്നത്തോട് കേരളത്തിനുള്ള അലർജി മാറിയതായി കെ മുരളീധരൻ. തൃശൂരിൽ ഒരു വിഭാഗം ഒഴികെ എല്ലാവരും ബി.ജെ.പിക്ക് വോട്ടുകുത്തി. സുരേഷ് ഗോപിയുടെ വിജയം സിനിമാ നടനായതുകൊണ്ടെന്ന പ്രചരണം മനസമാധാനത്തിന് വേണ്ടി മാത്രമെന്നും മുൻ MP. കോൺഗ്രസിന്റെ ഉന്നമനത്തിനാണ് തന്റെ പോരാട്ടമെന്നും പ്രഖ്യാപനം. വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയിൽ 1-ാം കല്ല് റോഡിന് കുറുകെ അരി ലോറി മറിഞ്ഞു. മരലോറി ചെളിയിൽ താഴ്ന്നു. പെരുമ്പാവൂരിൽ നിന്ന് ലോഡുമായി വന്നിരുന്ന പവിഴം കമ്പനിയുടെ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അരിച്ചാക്കുകൾ സംസ്ഥാന പാതയിൽ ചിതറി. കറുവണ്ണ ക്ഷേത്രത്തിന് സമീപം ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. കൂട്ടുപാറ കുന്നംകുളം റോഡിൽ 3 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. ലോറി ഉയർത്തിയത് വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ശ്രമകരമായ പ്രവർത്തനത്തിനൊടുവിൽ ലോറി ഡ്രൈവർ നെന്മാറ സ്വദേശി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മഴക്കാലം ശക്തമായതോടെ നാടിന് ഭീതിയും ആശങ്കയുമായി മഴക്കാല കള്ളന്മാരും. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച ഭണ്ഡാര കള്ളന്മാർ വിലസുന്നു. പനങ്ങാട്ടുകര കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിന് പുറകെ പൈങ്കുളം ഉന്നത്തൂർ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലും മോഷണം. 4 ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച നിലയിൽ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തെ നയിക്കാൻ ഇനി അർജുൻ പാണ്ഡ്യ തൃശൂർ ജില്ലാ കളക്ടറായി വെള്ളിയാഴ്ച ചുമതലയേൽക്കും. VR കൃഷ്ണതേജയ്ക്ക് പകരക്കാരനായി എത്തുന്നത് ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസർ പദവിയിൽ നിന്ന് 2017 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. ഇടുക്കി ഏലപ്പാറ സ്വദേശി ഏറെ ജനകീയൻ. എടക്കളത്തൂർ മേഞ്ചിറ കോൾപ്പടവിൽ കാർഷിക സമൃദ്ധിക്ക് ഇനി അത്യന്താധുനികതയുടെ കയ്യൊപ്പ. കൃഷി സമ്പ്രദായം ഇനി സങ്കീർണത ഒഴിഞ്ഞ പ്രവൃത്തി. കൃഷി വകുപ്പിൽ നിന്നും 2 50 HP സബ്മേഴ്സിബിൾ മോട്ടോർ പമ്പ് സെറ്റുകൾ ലഭിച്ചു. സ്ഥാപിക്കുന്ന പ്രവർത്തനത്തിന് തുടക്കം. പെട്ടിയും പറയും ചരിത്രത്തിലേക്കാണ്. കുന്നംകുളം പഴുന്നാനയിൽ സ്വകാര്യ ബസ് ഡ്രൈവർക്ക് അക്രമികളുടെ ക്രൂരമർദ്ദനം. പ്രതികളായ 2 യുവാക്കൾ പിടിയിൽ. പഴുന്നാന സ്വദേശി ഫയാസ്, മണപ്പാട്ട് പറമ്പിൽ ഷാഫി എന്നിവരാണ് കുന്നംകുളം പോലീസിന്റെ പിടിയിലായത്. BMS പ്രഖ്യാപിച്ച സൂചനാ പണിമുടക്കും അനിശ്ചിതകാല സമരവും പിൻവലിച്ചു. കർക്കിടക മാസാചരണം. രാമായണ പാരായണത്തിന്റെ നിറധന്യതയിൽ ആധ്യാത്മിക കേരളം. തലപ്പള്ളി താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം അഡ്വക്കേറ്റ് P. ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി മെഡിക്കൽ കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം അഡ്വക്കേറ്റ് M. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നിന്നൊഴിയാതെ പെരുമഴ. ജാഗ്രത കൈവിടരുതെന്ന് അധികൃതർ. വയനാട്ടിൽ റെഡ് അലർട്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂരിൽ മഞ്ഞ ജാഗ്രത. കൊലഴിയിൽ മരം കടപുഴകി വീണ് കാർ തകർന്നു. ത്രിവേണി നഗർ അനന്തപത്മനാഭന്റെ കാറാണ് തകർന്നത്. മണ്ണിടിച്ചിലിലും കാറ്റിലും വൻനാശനഷ്ടങ്ങൾ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാൻ നീക്കം. കേന്ദ്ര സർക്കാർ തീരുമാനം അങ്ങേയറ്റം ദുരൂഹമെന്ന VK ശ്രീകണ്ഠൻ MP. സംസ്ഥാന സർക്കാരിനോട് പോലും ആലോചിക്കാതെയാണ് നീക്കമെന്ന ആരോപണം.
മലയാളികളോടുള്ള ക്രൂരത ചെറുത്തു തോൽപ്പിക്കും. അതിശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും ശ്രീകണ്ഠൻ.